ഇത്തവണ മിസ്റ്റർ IPL സുരേഷ് റെയ്നയുടെ ഒരു ഒന്നൊന്നര IPL ഇന്നിംഗ്സിനെ കുറിച്ച് പറയാം. സുരേഷ് റെയ്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം CSKയുടെ ജീവനാഡിയായിരുന്നു സുരേഷ് റെയ്ന. അവരുടെ ഏറ്റവും മികച്ച ബാറ്ററായിരുന്നു കുന്തമുനയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ CSK പഴയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹാൾ ഓഫ് ഫെയിം പ്രോഗ്രാം നടത്തിയിരുന്നു. ആ പരിപാടി നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും സുരേഷ് റെയ്നയുടെ വരവിനായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി UAEയിൽ നടക്കാനിരുന്ന IPLലെ 13ാം സീസണിൽ നിന്നും റെയ്ന വിട്ടുനിൽക്കുന്നത് വരെ CSKയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിഹ്നത്തലയായിരുന്നു സുരേഷ് റെയ്ന. ആരാധകർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച താരമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ സുരേഷ് റെയ്നയെ ഇന്ത്യ വേണ്ട വിധത്തിൽ ആഘോഷിക്കാൻ മറന്നുവോ എന്നൊരു സംശയമുണ്ട്. രാഹുൽ ദ്രാവിഡിന്റെ ഇന്ത്യയിൽ കളി തുടങ്ങി വിരാട് കോഹ്ലിയുടെ ഇന്ത്യയിൽ വിരമിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഇടംകയ്യൻ പരിമിത ഓവർ ക്രിക്കറ്റർമാരിൽ ഒരാളായിരുന്നു സുരേഷ് റെയ്ന. ഒരുപക്ഷെ യുവരാജ് സിംഗ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഇടംകയ്യൻ ബാറ്ററായും വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാമെന്ന് തോന്നുന്നു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ. ജോണ്ടി റോഡ്സ്, സാക്ഷാൽ ജോണ്ടി റോഡ്സ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർ എന്ന് വാഴ്ത്തിയ താരം കൂടിയായിരുന്നു സുരേഷ് റെയ്ന. റെയ്നയെക്കുറിച്ച് പറയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ നിറയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. റെയ്നയുടെ ഇൻസൈഡ് ഔട്ട് ഡ്രൈവുകളും മിഡ് വിക്കറ്റിന് മുകളിലൂടെയുള്ള സ്ലോക്കും സംസാര വിഷയമാകുമ്പോൾ റിങ്ങിനുള്ളിൽ ചാടി വീഴുന്ന ബില്ലി ബോർഡിന്റെ പിറകിൽ നിന്നും അദ്ദേഹത്തെ അനുകരിക്കുന്ന, അങ്ങനെ ഔട്ട് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന സ്ട്രൈക്കർ സെഞ്ചുറി അടിക്കുമ്പോൾ ആദ്യം കൈപൊക്കിക്കൊണ്ട് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്നും ആഘോഷിക്കുന്ന റെയ്നയെ നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക? യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, സുരേഷ് റെയ്ന, ഈ ത്രയം ബാക്ക്വേർഡ് പോയിന്റ് ആൻഡ് കവർ, ഈ 3 പൊസിഷനുകളിൽ ഫീൽഡ് നിൽക്കുമ്പോൾ ഒരു പന്ത് പോലും 45 മീറ്റർ കടക്കുമെന്ന് തോന്നാത്ത ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. റോബിൻ സിംഗും അജയ് ജഡേജയും തുടങ്ങിയിട്ട ഇന്ത്യൻ ഫീൽഡിങ്ങിന്റെ പുതിയ അളവുകോലുകൾ അക്ഷരാർത്ഥത്തിൽ കൂടുതൽ ഉയരത്തിലേക്ക് ഈ ത്രയം ഉയർത്തി എന്ന് തന്നെ പറയാം. IPLലേക്ക് വരുമ്പോൾ IPL എന്ന ഉത്സവത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ തന്നെയായിരുന്നു സുരേഷ് റെയ്ന ഒരു കാലത്ത്. ഒരു സമയത്ത് അടുപ്പിച്ച് എല്ലാ വർഷങ്ങളിലും ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ഇടം പിടിക്കാറുള്ള താരമായിരുന്നു റെയ്ന. 205 IPL മത്സരങ്ങളിൽ നിന്നായി 5528 റൺസാണ് റെയ്ന ആകെ നേടിയത്. ഇതിൽ ഒരു സെഞ്ചുറിയും 39 അർദ്ധ ശതകങ്ങളും ഉൾപ്പെടുന്നു. 13 വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ റെയ്ന ഇന്ത്യക്ക് വേണ്ടി 18 ടെസ്റ്റുകളും 226 ഏകദിനങ്ങളും 78 T20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ച് വരവറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 3 ഫോർമാറ്റിലും ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി അടിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സുരേഷ് റെയ്നയുടെ പേരിലാണ്. ഇതിനൊപ്പം ആരും അധികമൊന്നും ചർച്ച ചെയ്യാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരർത്ഥത്തിൽ ക്യാപ്റ്റൻ കൂൾ, മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ ഒരു കൂൾ ക്യാപ്റ്റൻ തന്നെയായിരുന്നു സുരേഷ് റെയ്നയും അവസരം കിട്ടിയത്.